സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലോഗോസിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ലോഗോസിൻ്റെ അപ്ഡേഷൻസ് വാട്സാപ്പിൽ കിട്ടുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലോഗോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ 100 പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഈ 100 പരീക്ഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ച് അതേ നമ്പറിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും അയച്ചാൽ നിങ്ങൾക്ക് ഈ 100 പരീക്ഷകളിലും പങ്കുചേർന്ന് ലോഗോസിന് മുഴുവൻ മാർക്കും നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ സാമുവലിൻ്റെ 1-ാം പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ നിന്നുള്ള 51 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് നടത്താനായി പോകുക. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പേരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോകുന്നത്? ഓപ്ഷൻസ്: എ ശൗവൽ, ബി ഏലി, സി ദാവീദ്, ഡി സാമുവൽ. ഉത്തരം ഓപ്ഷൻ ബി ഏലി. 2. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ ആർക്കാണ് ശുശ്രൂഷ ചെയ്തത്? ഓപ്ഷൻസ്: എ ഏലിക്ക്, ബി ദൈവജനത്തിന്, സി കർത്താവിന്, ഡി പുരോഹിതന്മാർക്ക്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കർത്താവിന്. 3. അക്കാലത്ത് എന്താണ് ചുരുക്കമായി ലഭിച്ചിരുന്നത്? ഓപ്ഷൻസ്: എ ആഹാരം, ബി യാഗം, സി കർത്താവിൻ്റെ അരുളപ്പാട്, ഡി ദർശനം. ഉത്തരം ഓപ്ഷൻ സി, കർത്താവിൻ്റെ അരുളപ്പാട്. 4. എന്താണ് വിരളമായിരുന്നത്? ഓപ്ഷൻസ്: എ സ്വപ്നങ്ങൾ, ബി ദർശനങ്ങൾ, സി വിളികൾ, ഡി പ്രവചനങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി, ദർശനങ്ങൾ. 5. പൂരിപ്പിക്കുക. ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ ഡാഷ്. ഓപ്ഷൻസ്: എ ഇരിക്കുകയായിരുന്നു, ബി പ്രാർത്ഥിക്കുകയായിരുന്നു, സി കിടക്കുകയായിരുന്നു, ഡി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, കിടക്കുകയായിരുന്നു. 6. ഏലിക്ക് ഉണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ട് എന്തായിരുന്നു? ഓപ്ഷൻസ്: എ കേൾവി കുറഞ്ഞിരുന്നു, ബി കാലുകൾ ബലഹീനമായിരുന്നു, സി ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിയിരുന്നു, ഡി സംസാരിക്കാൻ പ്രയാസം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിയിരുന്നു. 7. ആർക്കാണ് ഒന്നും കാണാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നത്? ഓപ്ഷൻസ്: എ സാമുവൽ, ബി ഹന്ന, സി ഫിനഹാസ്, ഡി ഏലി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഏലി. 8. എന്താണ് അണഞ്ഞിരുന്നില്ല എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ദൈവത്തിൻ്റെ മുമ്പിലെ ദീപം, ബി പട്ടണത്തിലെ വിളക്കുകൾ, സി യാഗപീഠത്തിലെ അഗ്നി, ഡി ക്ഷേത്രവാതിൽക്കലെ ദീപം. ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിന് മുമ്പിലെ ദീപം. 9. സാമുവൽ എവിടെ കിടക്കുകയായിരുന്നു? ഓപ്ഷൻസ്: എ തൻ്റെ വീട്ടിൽ, ബി ഏലിയുടെ അടുത്ത്, സി ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ, ഡി ഗോപുരത്തിൻ്റെ കവാടത്തിൽ. ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന് അരികെ. 10. ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടന്നിരുന്ന സാമുവലിനെ വിളിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ കർത്താവ്, ബി ദൂതൻ, സി ഏലി, ഡി പുരോഹിതൻ. ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. 11. കർത്താവ് സാമുവേലിനെ വിളിച്ചത് എങ്ങനെ? ഓപ്ഷൻസ്: എ സാമുവേലെ, ബി മകനെ, സി സാമുവേൽ സാമുവേൽ, ഡി ദാസ. ഉത്തരം ഓപ്ഷൻ സി ആണ്, സാമുവൽ സാമുവൽ.
12 കർത്താവ് സാമുവേലിനെ വിളിക്കുമ്പോൾ ആര് വിളിക്കുന്നതായാണ് സാമുവൽ മനസ്സിലാക്കിയത്? ഓപ്ഷൻസ്: തൻ്റെ അമ്മ, ബി കർത്താവ്, സി ഒരു ദൂതൻ, ഡി ഏലി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഏലി. 13 സാമുവൽ സാമുവൽ എന്ന് കർത്താവ് വിളിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ ഉറങ്ങിത്തുടർന്നു, ബി അവൻ വിളി കേട്ടു, സി കരഞ്ഞു, ഡി മറച്ചു നിന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അവൻ വിളി കേട്ടു. 14 കർത്താവ് വിളിച്ചപ്പോൾ അവൻ എങ്ങനെയാണ് വിളി കേട്ടത്? ഓപ്ഷൻസ്: എ ഞാൻ വന്നുകൊള്ളാം, ബി പറയുക കർത്താവേ, സി സമീപിക്കുന്നു, ഡി ഞാനിതാ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഞാൻ ഇതാ. 15 ഞാൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ പ്രാർത്ഥിച്ചു, ബി ഓടി പുറത്തേക്ക് പോയി, സി ഏലിയുടെ അടുക്കലേക്ക് ഓടി, ഡി പേടിച്ച് മറഞ്ഞു. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഏലിയുടെ അടുക്കലേക്ക് ഓടി. 16 അടുക്കലേക്ക് ഓടിയ സാമുവൽ ഏലിയോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ നിങ്ങൾ വിളിച്ചോ, ബി അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു, സി ഞാൻ സ്വപ്നം കണ്ടു, ഡി എന്ത് ആവശ്യമാണ്. ഉത്തരം ഓപ്ഷൻ ബി അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. 17 പോയി കിടന്നുകൊള്ളുക എന്ന് ഏലി പറഞ്ഞപ്പോൾ സാമുവൽ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ അവിടെ തന്നെ ഇരുന്നു, ബി വീണ്ടും ചോദിച്ചു, സി കരഞ്ഞു, ഡി അവൻ പോയി കിടന്നു. ഉത്തരം ഓപ്ഷൻ ഡി, അവൻ പോയി കിടന്നു. 18 കർത്താവ് 2ാം പ്രാവശ്യം സാമുവേലിനെ വിളിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ ഉറങ്ങിയിരുന്നു, ബി കേൾക്കാതെ നിന്നു, സി എഴുന്നേറ്റ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്നു, ഡി പുറത്തേക്ക് പോയി. ഉത്തരം ഓപ്ഷൻ സി ആണ്, എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ചെന്നു. 19 2ാം പ്രാവശ്യം സാമുവൽ ഏലിയുടെ അടുക്കൽ ചെന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഞാൻ പേടിക്കുന്നു, ബി എന്തു വേണം, സി അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു, ഡി ഞാൻ തെറ്റായി കേട്ടു. ഉത്തരം ഓപ്ഷൻ സി ആണ്, അങ്ങ് വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. 20 2ാം പ്രാവശ്യവും ഏലി സാമുവേലിനെ മടക്കി അയച്ചത് എന്തു പറഞ്ഞാണ്? ഓപ്ഷൻസ്: എ ഇവിടെ ഇരിക്കൂ, ബി മകനെ നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക, സി ഞാൻ വിളിച്ചു, ഡി പേടിക്കേണ്ട. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മകനെ നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. 21 കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിയാതിരുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻസ്: എ അവൻ ചെറിയ കുട്ടിയായിരുന്നു, ബി ഉറക്കം പിടിച്ചിരുന്നു, സി അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല, ഡി ഏലി പറഞ്ഞില്ല. ഉത്തരം ഓപ്ഷൻ സി, അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. 22 മൂന്നാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ചെന്നു, ബി ഉറങ്ങി, സി മറഞ്ഞു നിന്നു, ഡി ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. ഉത്തരം ഓപ്ഷൻ എ ആണ്, എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ചെന്നു. 23 മൂന്നാമതും സാമുവൽ വന്നപ്പോൾ ഏലിക്ക് എന്ത് മനസ്സിലായി? ഓപ്ഷൻസ്: എ സാമുവൽ തെറ്റിച്ചു, ബി ആരോ കളിയാക്കുന്നു, സി കർത്താവാണ് ബാലനെ വിളിച്ചത്, ഡി പുറത്ത് ശബ്ദമുണ്ടായി. ഉത്തരം ഓപ്ഷൻ സി, കർത്താവാണ് ബാലനെ വിളിച്ചത്. 24 ഇനി നിന്നെ വിളിച്ചാൽ കർത്താവ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു എന്ന് പറയണം. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ ഏലി സാമുവേലിനോട്, ബി ദാവീദ് ശാവൂലിനോട്, സി ഹന്ന സാമുവേലിനോട്, ഡി ഏലി തന്റെ പുത്രന്മാരോട്. ഉത്തരം ഓപ്ഷൻ എ, ഏലി സാമുവേലിനോട്. 25 കർത്താവ് സാമുവേലിനെ എത്ര പ്രാവശ്യം വിളിച്ചു? ഓപ്ഷൻസ്: എ 3 പ്രാവശ്യം,
ബി 4 പ്രാവശ്യം, സി 5 പ്രാവശ്യം, ഡി 2 പ്രാവശ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 4 പ്രാവശ്യം. 26 കർത്താവ് 4-ാം പ്രാവശ്യം വിളിച്ചപ്പോൾ സാമുവൽ എന്താണ് പ്രതിവചിച്ചത്? ഓപ്ഷൻസ്: എ പറയുക, കർത്താവെ. ബി ഇതാ ഞാൻ. സി അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ഡി ഞാൻ കേൾക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. 27 അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ ഏലി കർത്താവിനോട്, ബി ഹന്ന സാമുവേലിനോട്, സി സാമുവൽ ഏലിയോട്, ഡി സാമുവൽ കർത്താവിനോട്. ഉത്തരം ഓപ്ഷൻ ഡി, സാമുവൽ കർത്താവിനോട്. 28 ആരോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ് എന്നാണ് കർത്താവ് സാമുവേലിനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഇസ്രായേൽ ജനതയോട്, ബി ഏലിയുടെ പുത്രന്മാരോട്, സി ഷീലോവാസികളോട്, ഡി പുരോഹിതന്മാരോട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇസ്രായേൽ ജനതയോട്. 29 ഇസ്രായേൽ ജനതയോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവന് എന്ത് സംഭവിക്കും? ഓപ്ഷൻസ്: എ ഹൃദയം വിങ്ങും, ബി ഇരു ചെവികളും തരിച്ചു പോകും, സി കാഴ്ച മങ്ങും, ഡി മനസ്സ് പിരിയും. ഉത്തരം ഓപ്ഷൻ ബി, ഇരു ചെവികളും തരിച്ചു പോകും. 30 ആർക്കെതിരെ പറഞ്ഞിട്ടുള്ളതാണ് ആദ്യന്തം നിർവഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ വാസികളോട്, ബി ഏലിയുടെ കുടുംബത്തിനെതിരായി, സി ഫിലിസ്തീർക്കെതിരായി, ഡി പ്രവാചകന്മാർക്കെതിരായി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഏലിയുടെ കുടുംബത്തിനെതിരായി. 31 മക്കൾ ദൈവദൂഷണം ചെയ്തിട്ടും അവരെ തടയാഞ്ഞത് മൂലം എന്ത് സംഭവിക്കും? എ രാജ്യം നഷ്ടമാകും, ബി സമാധാനം അകന്നു പോകും, സി അവന്റെ കുടുംബത്തിന്മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്തും, ഡി ദർശനം ഇല്ലാതാകും. ഉത്തരം ഓപ്ഷൻ സി, അവന്റെ കുടുംബത്തിന്മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്തും. 32 ഏലി കുടുംബത്തിന്റെ പാപത്തിന് എന്ത് പരിഹാരമാവുകയില്ല? ഓപ്ഷൻസ്: എ നോമ്പ്, ബി ബലികളും കാഴ്ചകളും, സി പ്രാർത്ഥന, ഡി യാഗപീഠത്തിലെ ശുശ്രൂഷ. ഉത്തരം ഓപ്ഷൻ ബി, ബലികളും കാഴ്ചകളും. 33 പ്രഭാതം വരെ കിടന്നുറങ്ങിയത് ആരാണ്? ഓപ്ഷൻസ്: എ ഏലി, ബി സാമുവൽ, സി ഹോഫ്നി, ഡി ഫിനഹാസ്. ഉത്തരം ഓപ്ഷൻ ബി, സാമുവൽ. 34 പ്രഭാതത്തിൽ എഴുന്നേറ്റ് സാമുവൽ എന്തു ചെയ്തു? ഓപ്ഷൻസ്: എ ഏലിയെ വിളിച്ചു, ബി ദർശനം കുറിച്ചു വെച്ചു, സി അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു, ഡി തന്റെ കൂടാരത്തിലേക്ക് തിരിച്ചു വന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു. 35 എന്തു പറയാനാണ് സാമുവൽ ഭയപ്പെട്ടത്? എ തന്റെ സ്വപ്നം, ബി യാഗത്തെക്കുറിച്ച്, സി ഏലിയോട് തനിക്കുണ്ടായ ദർശനം, ഡി തന്റെ തെറ്റുകൾ. ഉത്തരം ഓപ്ഷൻ സി, ഏലിയോട് തനിക്കുണ്ടായ ദർശനം. 36 മകനെ സാമുവൽ എന്ന് ഏലി വിളിച്ചപ്പോൾ സാമുവൽ എന്തു ചെയ്തു? ഓപ്ഷൻസ്: എ മറഞ്ഞു, ബി വിളി കേട്ടില്ല, സി ദാസനിത എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഡി പുറത്തേക്ക് പോയി. ഉത്തരം ഓപ്ഷൻ സി, ദാസനിത എന്ന് അദ്ദേഹം മറുപടി നൽകി. 37 അവിടുന്ന് എന്താണ് നിന്നോട് ചോദിച്ചത്? 37 അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത്? ആര് ആരോട് ചോദിച്ചു? ഓപ്ഷൻസ്: എ ഹന്ന സാമുവേലിനോട്, ബി ഏലി സാമുവേലിനോട്, സി ദാവീദ് ശാവൂലിനോട്, ഡി മിക്യാവു രാജാവിനോട്. ഉത്തരം ഓപ്ഷൻ ബി, ഏലി സാമുവേലിനോട്. 38 എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ സാമുവൽ, ബി ഏലി, സി ഹോഫ്നി, ഡി ഒരു ദൂതൻ. ഉത്തരം ഓപ്ഷൻ ബി, ഏലി. 39 അക്കാര്യം മറച്ചു വെച്ചാൽ ദൈവം എന്ത് ചെയ്യട്ടെ എന്നാണ് ഏലി പറഞ്ഞത്? ഓപ്ഷൻസ്: എ നിന്നെ അനുഗ്രഹിക്കട്ടെ, ബി നിന്നെ ശിക്ഷിക്കട്ടെ, സി നിന്നെ ശക്തിയില്ലാതാക്കട്ടെ, ഡി നിന്നെ ഉപേക്ഷിക്കട്ടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിന്നെ ശിക്ഷിക്കട്ടെ. 40
ആരാണ് ഒന്നും മറച്ചു വെക്കാതെ എല്ലാം ഏലിയോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഹന്ന, ബി സാമുവൽ, ബി ഏലി, സി സാമുവൽ, ഡി ഹോഫ്നി. ഉത്തരം ഓപ്ഷൻ സി സാമുവൽ. 41. ആര് വളർന്നു എന്നാണ് 1 സാമുവൽ 3:19 പറയുന്നത്? ഓപ്ഷൻസ്: എ ഏലി, ബി ഹന്ന, സി സാമുവൽ, ഡി ശാവൂൽ. ഉത്തരം ഓപ്ഷൻ സി സാമുവൽ. 42. സാമുവൽ വളർന്നു വന്നപ്പോൾ ആരാണ് അവനോട് കൂടെ ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ്: എ ഹന്ന, ബി ദൂതൻ, സി ഏലി, ഡി കർത്താവ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കർത്താവ്. 43. എന്ത് വ്യർത്ഥമാക്കുവാനാണ് അവിടുന്ന് ഇടവരുത്താതിരുന്നത്? ഓപ്ഷൻസ്: എ യാഗം, ബി അവന്റെ വാക്കുകളിലൊന്നും, സി ദർശനം, ഡി ശുശ്രൂഷ. ഉത്തരം ഓപ്ഷൻ ബി അവന്റെ വാക്കുകളിലൊന്നും. 44. ആര് കർത്താവിന്റെ പ്രവാചകനായി തീർന്നു? ഓപ്ഷൻസ്: എ ശൗൽ, ബി ദാവീദ്, സി ഏലി, ഡി സാമുവൽ. ഉത്തരം ഓപ്ഷൻ ഡി സാമുവൽ. 45. സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി അറിഞ്ഞത് ആര്? ഓപ്ഷൻസ്: എ ഷീലോവാസികൾ, ബി ദാവീദിന്റെ കുടുംബം, സി ദാൻ മുതൽ ബേർശബ വരെയുള്ള ഇസ്രായേൽ ജനം, ഡി പുരോഹിതന്മാർ. ഉത്തരം ഓപ്ഷൻ സി ദാൻ മുതൽ ബേർശബ വരെയുള്ള ഇസ്രായേൽ ജനം. 46. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ വെച്ച്? ഓപ്ഷൻസ്: എ യെരുസലേമിൽ, ബി ഗിബയായിൽ, സി ഷീലോയിൽ, ഡി ഹോറബിൽ. ഉത്തരം ഓപ്ഷൻ സി ഷീലോയിൽ. 48. കർത്താവ് തന്നെ വെളിപ്പെടുത്തിയത് ആർക്കാണ്? ഓപ്ഷൻസ്: എ ഏലിയോട്, ബി സാമുവേലിനോട്, സി ദാവീദിന്, ഡി ജെറമിയയ്ക്ക്. ഉത്തരം ഓപ്ഷൻ ബി സാമുവേലിനോട്. 49. കർത്താവ് സാമുവേലിന് തന്നെ വെളിപ്പെടുത്തിയത് എവിടെ വെച്ച്? ഓപ്ഷൻസ്: എ യെരുസലേമിൽ, ബി ഷീലോയിൽ, സി എബ്രോനിൽ, ഡി റാമായിൽ. ഉത്തരം ഓപ്ഷൻ ബി ഷീലോയിൽ. 50. 1 സാമുവൽ അധ്യായം 3 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 18, ബി 20, സി 21, ഡി 22. ഉത്തരം ഓപ്ഷൻ സി 21. 51. 1 സാമുവൽ അധ്യായം 3 ഏക തലക്കെട്ട് ഏത്? ഓപ്ഷൻസ്: എ ദൈവം ഏലിയെ ഉപദേശിക്കുന്നു, ബി യാഗപീഠ ശുശ്രൂഷ, സി സാമുവേലിനെ വിളിക്കുന്നു, ഡി യുദ്ധ സന്ദേശം. ഉത്തരം ഓപ്ഷൻ സി സാമുവേലിനെ വിളിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ സാമുവേലിന്റെ 1-ാം പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ നിന്നുള്ള 51 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് വീഡിയോ ആണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണേ. ലോഗോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ്, 100 പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതേ നമ്പറിലേക്ക് തന്നെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും സ്ക്രീൻഷോട്ടും കൂടി അയച്ചാൽ നിങ്ങൾക്ക് 100 പരീക്ഷകളിലും പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ലോഗോസ് നന്നായി പഠിച്ചൊരുങ്ങുവാനായിട്ട് ഒരു പഠന സഹായി തയ്യാറാക്കുന്നുണ്ട്. 125 രൂപ വില വരുന്ന പഠന സഹായി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് 100 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ബുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഫോൺ വിളിച്ചോ മെസ്സേജ് അയച്ചോ നിങ്ങളുടെ ഓർഡറുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. സാമുവേൽ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൻ്റെ ഓഡിയോ ബൈബിളും ചോദ്യോത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരെ ദിവസങ്ങൾ നന്നായിട്ട് ലോഗോസിന് പഠിച്ചൊരുങ്ങുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.